ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ വെൽഡിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറേ ട്യൂട്ടോറിയൽ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സുകളും അതിൽ പറയാത്ത കുറേ കാര്യങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വെൽഡിങ്ങിൻ്റെ വീഡിയോകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കണ്ടിട്ട് വെൽഡിംഗ് ഒക്കെ ചെയ്ത് പഠിച്ചു, അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാനാണ്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളാണ് തുടർന്ന് വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വെൽഡിംഗ് മെഷീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇസാബിൻ്റെ എക്സ്പേർട്ട് വെൽഡ് 200 എന്ന മോഡൽ വെൽഡിംഗ് മെഷീൻ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പൊട്ടിയ കൈക്കോട്ടിനെ ഒന്ന് വെൽഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നെഗറ്റീവ് കേബിൾ കേട്ടോ. അത് നമ്മൾ വെൽഡിംഗ് മെഷീനിൻ്റെ നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുള്ള ടെർമിനലിൽ, മുകളിലുള്ള ടെർമിനലിൽ കണക്ട് ചെയ്തു. പിന്നെ പോസിറ്റീവ് കേബിൾ, ഇത് നമ്മൾ വെൽഡിംഗ് മെഷീനിൻ്റെ പ്ലസ് എന്ന് എഴുതിയിട്ടുള്ള ലെഗിലും കണക്ട് ചെയ്തു. ആദ്യം നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതിൻ്റെ ഈ ഒരു താഴിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. അതേപോലെ തന്നെ ആദ്യം ഇതേ താഴെ തന്നെയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പൊട്ടിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഓക്കെ. അപ്പോൾ കട്ടിങ് ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു ലെവലാവുന്ന രൂപത്തിൽ ഞാൻ രണ്ടും കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കൈക്കോട്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇതിലേക്ക് കയറണം. അപ്പോൾ അതിനുള്ള 2 ഹോൾസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കയറ്റിയിട്ട് വെൽഡിങ് ആണ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ. ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വെൽഡിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നെഗറ്റീവ് കേബിൾ കണക്ട് ചെയ്യണേ. ഈ പൈപ്പാണ് ഇപ്പോൾ ഒരു തുരുമ്പിടിക്കാത്തൊരു സംഭവം. തുരുമ്പിടിച്ചിട്ടില്ല. കൈക്കോട്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം തുരുമ്പിടിച്ചിട്ട്. അപ്പോൾ എർത്ത് കറക്റ്റായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തുരുമ്പില്ലാത്ത ഭാഗത്ത് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഹോൾഡറിലേക്ക് ഒരു റോഡ് കണക്ട് ചെയ്യാം. നമ്മൾ എന്തൊരു സംഗതി വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വിറക്കാതെ കറക്റ്റായിട്ട് നമുക്ക് വെൽഡിങ് റോഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന വർക്ക് പീസിൽ ടച്ച് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. അതേപോലെ തന്നെ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പാർക്ക് ഉണ്ടാകുമ്പോൾ ഈ വെൽഡിങ് റോഡ് കത്തി ഇല്ലാതായി പോരുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും അതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കഴിവാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സംഗതി വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന ആ ഒരു ആംഗിളും കാര്യങ്ങളും കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഇതിപ്പോൾ കൈക്കോട്ടായതുകൊണ്ട് ആ കറക്റ്റ് പൊസിഷനിലല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തട്ടി കൊടുക്കാണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഓക്കെ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2 വ്യത്യസ്ത മെറ്റീരിയൽ തമ്മിൽ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള മെറ്റീരിയലിൽ നിന്നും കട്ടിയില്ലാത്ത മെറ്റീരിയലിലേക്കാണ് വെൽഡിങ് റോഡിനെ വെൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. ഇതിലിപ്പോൾ കട്ടിയുള്ള മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ തകിടാണ്, ഇതിൻ്റെ ഈ ഒരു ഭാഗമാണ് കട്ടിയുള്ളത്. അപ്പോൾ ആദ്യം അവിടെ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് കീപ്പോട്ടാണ് നമ്മൾ വെൽഡിങ് റോഡിനെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ വെൽഡിങ്ങിൻ്റെ തുടക്കക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വെൽഡിങ് റോഡ് ഒട്ടിപ്പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. 2 സൈഡിലേക്കും ഇങ്ങോട്ട് ഒടിച്ച് കഴിഞ്ഞാൽ ഇത് വെൽഡിങ് റോഡ് അവിടെ നിന്ന് ഊരി പോരാണ്. ഇല്ലാതെ നേരെ പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ആ ഹോൾഡർ നിന്ന് റോഡ് വേർവിട്ട് പോകുന്നല്ലാതെ കിട്ടൂല. അപ്പോൾ 2 സൈഡിലേക്കും ഒടിച്ചെടുക്കുക. ഈ കൈക്കോട്ടിൻ്റെ താഴ് കുറച്ച് പഴക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുരുമ്പെടുത്തിട്ടുണ്ട്, കട്ടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർത്താതെ വെൽഡിങ് അടിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്പോട്ട് വീതം അടിക്കാം. ഒരു സ്പോട്ട് അടിച്ചതിന് ശേഷം ആ ഒരു ചൂട് കുറച്ചൊന്ന് ആ ഒരു ചുവന്ന കളർ അവിടെ നിന്ന് മാഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോട്ട് അടിക്കാം. ആ രീതിയിലാണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. നിർത്താതെ നീട്ടി അടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഹോൾസായിട്ട് മാറും. അപ്പോൾ പിന്നെ അത് അടക്കേണ്ടി വരും.
ഇതിലിപ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന മറ്റൊരു പ്രശ്നം ഞാൻ പറഞ്ഞു കേട്ടോ. വെൽഡിങ് റോഡ് നമ്മളിപ്പോൾ ഒരു പേന, ഒരു ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു പേന കൊണ്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ പേനയുടെ ഇവിടെ പിടിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ പേനയുടെ അടുത്തായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ആ ഒരു വ്യത്യാസം ഈ ഒരു കാര്യത്തിലും ഉണ്ടാവും. അതായത് ഇത്രയും ലെങ്ത്തുള്ള ഈ ഒരു സാധനം കൊണ്ട് നമ്മളിങ്ങനെ വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് പൊസിഷനിൽ ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇവിടെ മൂവ് ചെയ്യിക്കാനോ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തുറക്കുന്ന സമയത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നടുകിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുറഞ്ഞ ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് കൈ വിറക്കാതെ കറക്റ്റായിട്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ റോൾ കൊണ്ട് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇത് അത്ര നല്ലൊരു രീതി ഒന്നല്ല കേട്ടോ. തുടക്കക്കാർക്ക് എളുപ്പമാവുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന സിമ്പിൾ ട്രിക്കാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തത് കുറച്ച് കൂടിയിട്ടുണ്ട്. ഈ ഒരു അടിഭാഗത്ത് ചെറിയൊരു ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോൾസ്, ഇങ്ങനെ ഹോൾസ് വരുന്നത് എങ്ങനെ നമുക്ക് അടക്കാം എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു ഹോളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ കമ്പി കഷ്ണം കൂടി അടിയിൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. അതല്ല ചെറിയ ഹോൾസ് ഉള്ള വെച്ചെങ്കിൽ വെൽഡിങ് റോഡിനെ ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ പുറമേയുള്ള ആ ഒരു ഇത് കളഞ്ഞതിന് ശേഷം ഇത് വെച്ചുകൊണ്ട് വെൽഡ് ചെയ്യാം. പക്ഷേ ഇത് ഉണ്ടോ, വെൽഡിങ് റോഡ് വെച്ചാൽ തൂരാത്ത അത്രയും വലിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ വേറൊരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു കമ്പി ഉണ്ടല്ലോ, ഇതിന് നമുക്ക് വെൽഡിങ് റോഡ് കൊണ്ട് തന്നെ കുത്തി പൊളിച്ചിന് എടുക്കാം, ചൂടാക്കിയിട്ട് തന്നെ എടുക്കാം. അതിനെന്താ വെച്ചാൽ നമ്മൾ വെൽഡിങ് മെഷീൻ്റെ ആംബിയർ മാക്സിമം ആംബിയറിൽ ഇട്ട് വെക്കുക. അതിനുശേഷം കത്തിച്ചുകൊണ്ട് മുറിച്ചെടുക്കാം. ഓക്കെ കണ്ടോ, അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഡെസ്കിൽ വെച്ചിട്ടാണ് ഞാൻ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൈ രണ്ടും നമ്മൾ ഡെസ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ ഇളകാതെ നമുക്ക് കറക്റ്റ് വേണ്ട സ്ഥലങ്ങളിൽ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ട് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പറ്റും. അതേപോലെ തന്നെ ഇതിപ്പോൾ ഇങ്ങനെ ടേബിൾ വെച്ച് വെൽഡ് ചെയ്യുമ്പോഴേ നമുക്കിത് സാധ്യമാവുള്ളൂ. അല്ല നമ്മൾ എവിടെയെങ്കിലും നിന്നുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇളകാത്ത കിട്ടും. അതേപോലെ ഇരുന്നുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ തൊടയിൽ ഇതുപോലെ വെച്ചിട്ട് വെൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറകിലും കൂടി ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഒരു വെൽഡിങ് റോഡ് തന്നെ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടാണ് അടിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ കൈക്കോട്ടായതുകൊണ്ട് നല്ല സ്ട്രോങ്, നല്ല ബലം വരും ഇതിൽ. അതായത് വളരെ പെട്ടെന്ന് ഈ വെൽഡിങ് പൊട്ടിപ്പോരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ക്ലിയർ ആയിട്ട് തൂർത്ത് വെൽഡ് ചെയ്യണം. ഇടയ്ക്കൊരു സപ്പോർട്ട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാണാൻ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷേ ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോരില്ല. എന്തായാലും ഞാനിതിൽ സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എല്ലാ ഭാഗവും തൂർത്ത് വെൽഡ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെൽഡിങ് ഒരുവിധം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട് കേട്ടോ. അതായത് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങൾ കറക്റ്റായിട്ട് സ്പോട്ടായിട്ടുണ്ടോ എന്നുള്ളത് ഈ കൂർത്ത് എന്തെങ്കിലും സംഭവം കൊണ്ട് നമ്മൾ നോക്കുക.
ഒന്ന് ചിപ്പ് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ടില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ ഒന്നുകൂടി അടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വയർ ബ്രഷ് കൊണ്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡിങ് വീൽ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെൽഡ് ചെയ്ത ഭാഗം ഒന്ന് ഫിനിഷിംഗ് ആയിട്ടിരിക്കും കേട്ടോ. ഈ വെൽഡ് ചെയ്യുന്ന ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും. ഇതിൻ്റെ വെൽഡിങ് അത്ര പക്കാ പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. എന്തായാലും സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.